ഹലോ, ഞാൻ മിസിരിയ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാൻ നാട്ടിലെത്തിയ ശേഷമുള്ള വീഡിയോസാണിത്. ഞാനിപ്പോൾ വീണ്ടും തിരിച്ച് UAE പോയി നിൽക്കണം. ഇതൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നട്ട് വെച്ചിരുന്ന ചെടികളാണ് കേട്ടോ. പോണതിന് മുന്നുള്ളതാണ്. ഈ മൈലാഞ്ചിയൊക്കെ വളരെ ചെറുതായിരുന്നു. അതൊക്കെ വന്ന് വലിയ മൈലാഞ്ചിയായി 2-3 തവണ വെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ 2 വർഷത്തിന് ശേഷം വരുമ്പോഴും എൻ്റെ ചെടികൾ, കുഞ്ഞായിരുന്ന ചെടികളൊക്കെ ഇപ്പോൾ വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അനിയൻ്റെ ഞങ്ങൾ വീട് യഥയിലാണ് ചെറുതായിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. പോകണമെങ്കിൽ പൊട്ട ഉണ്ടാവട്ടെ, പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറേ ബഡ് റോസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ പോയി. അപ്പോൾ ഞാനിത് അടുപ്പിച്ച് 1-2 യാത്രകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്ത് വിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ യാത്ര കഴിഞ്ഞ അന്നാണ് നമ്മുടെ വയനാട്ടിൽ വലിയ ഇതുണ്ടായത്. പിന്നെ എനിക്കത് വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വരുമാന മാർഗ്ഗമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുമാന മാർഗ്ഗമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതായിട്ട് അവർ സഹായിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോളുടെ ഈ സർട്ടിഫിക്കറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കാരണം കൊണ്ട് നമുക്ക് 1-2 ദിവസം പുറത്ത് പോകാനൊന്നും പറ്റിയിരുന്നില്ല. വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു പെട്ടി പൊട്ടിച്ചിരുന്നത്. ഇവരെ പെങ്ങളൊക്കെ വന്ന് പെട്ടിയൊക്കെ പൊട്ടിച്ച് അതൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അന്ന് ഈ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വിരുന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് വിരുന്നൊക്കെ പോയി അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ വീണ്ടും മുണ്ടകുറിശ്ശിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും 3-ാമത്തെ ദിവസം എൻ്റെ മേമാടക്ക് പോയി, വളാഞ്ചേരി ഉള്ളത്. പിന്നെ അവിടെ മൂന്നാക്കലുണ്ടായിരുന്നു, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് 4-ാം ദിവസം 5-ാം ദിവസം ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വറവൂർ ഒരു പള്ളിയുണ്ട്. നമുക്ക് കുറേ നേർച്ചകളുണ്ട്. എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, മുണ്ടകുറിശ്ശിയിൽ നിന്ന് ഇറങ്ങി കള്ളാടിപ്പറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. കള്ളാടിപ്പറ്റ എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ഉപ്പയും ഉമ്മയും ആങ്ങളെയും നാത്തൂനും എല്ലാവരും കൂടി ചെന്നൈ പോവാണ്. അവരെ നാത്തൂൻ്റെ മാമൻ്റെ വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് 2-3 ദിവസത്തിന് അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ പോക്കിൽ അവരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കൊടുക്കാം, അങ്ങനെ നമുക്കങ്ങനെ പോകും ചെയ്യാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ എനിക്ക് എത്ര കണ്ടാലും മതിയാവണില്ല. മഴയാണ് കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങിയ അന്ന് വലിയ കുഴപ്പമില്ല. പിറ്റേ ദിവസം മുതൽ തകൃതിയായിട്ട് മഴ പെയ്യാണ്. നമുക്കൊരു രക്ഷയില്ലാത്ത മഴയാണ്. ഇതെൻ്റെ വീടാണ് കേട്ടോ. ഈ തകൃതിയായിട്ട് മഴ പെയ്യാണ്. അപ്പോൾ നമുക്കൊരു രക്ഷയില്ല. പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനെയൊന്നും ഇതില്ല. ഫ്രണ്ട്സുകളുടെ വീട്ടിലേക്ക് പോകാനോ അടുത്ത വീട്ടിലേക്ക് വരെ പോകാൻ ഉപ്പാടിയും ഉമ്മാടിയും ഓരോ ഉമ്മർക്ക് കൊണ്ടുവരേണ്ട സംബന്ധിച്ചിട്ട് അവരെ പേപ്പർ നേരാക്കാനൊക്കെ ആയിട്ട് ഒക്കെ പോകും. പിന്നെ എനിക്ക് ബൈക്ക് ഉണ്ട്, പക്ഷേങ്കിൽ എനിക്കത് ഓടിക്കാനൊന്നും എനിക്ക് പഴയ പോലെ ഓടിക്കാനൊക്കെ പേടിയാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും, ടച്ച് വിട്ട കാരണം. അപ്പോൾ ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിലാക്കി. എന്നിട്ട് ഞങ്ങൾ വരവൂര് പോവാണ്. അത് കഴിഞ്ഞിട്ട് കാളി റോഡും പോകുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ അവിടേക്ക് സിയാറത്തിന് പോണ ആൾക്കാരാണ്. അപ്പോൾ അവിടെ നേർച്ചകളുണ്ട്. അവിടെ ഉച്ചക്ക് ഫുഡിലേക്കുള്ള അവിടെ വരവൂര് ഉണക്കമീൻ, പച്ചക്കറി അങ്ങനെയൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ നേർച്ചയുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ എത്തിച്ചിരുന്നു, ഉമ്മ ഇപ്പം കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവർ ഈവനിങ്ങിൽ ചായ ഉണ്ട്. അപ്പോൾ അതും കഴിച്ച്, കാരണം അതൊക്കെ ഒരു നേർച്ചയപ്പോൾ ഞങ്ങൾക്ക് ഇനി ഈവനിങ് ചായക്കുള്ള നമുക്കത് നേർച്ചയപ്പോൾ ഞാൻ അതൊക്കെ നേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കാളി റോഡ് പോവാണ്. കാളി റോഡ് പോയി കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങനെ ചെറിയ മേമാടക്കും പോകണം. കാരണം നമുക്ക് ആകെ 28 ദിവസമുള്ളൂ ലീവ്. അത് തന്നെ നമുക്ക് കുറച്ച് ദിവസം ഈ കുറേ പേപ്പേഴ്സിന് കെട്ടിമറിയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ നല്ല മഴയാണ്, രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴത്ത് പോകുമ്പോൾ നമുക്ക് ചൂടുകൊടുക്കൽ കഴിക്കാനൊന്നും അവിടെ എവിടെയും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കറുമുറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകണം. കാളി റോഡ് പള്ളി സിയാറത്തൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം കഴിഞ്ഞു. പക്ഷെ നമുക്ക് വണ്ടിയോടൊക്കെ പോകാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു മലയല്ലേ, നല്ല കോട പോകുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ എന്താണ് ഊട്ടി പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അവിടെ ചുരം ഭയങ്കര റിസ്ക്കാണ്, താമരശ്ശേരി ചുരം അല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ നമ്മളത് വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങളത് കൊടൈക്കനാലിലേക്ക് മാറ്റിയത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു കൊടൈക്കനാൽ യാത്ര ഉണ്ട്, പിന്നെ കല്യാണങ്ങളുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ 2 കല്യാണമാണ്. അത് ഒരേ ദിവസം 2 കല്യാണമായിരുന്നു. ഒന്ന് വീടിൻ്റെ തൊട്ട് മുണ്ടകുറിശി ഉള്ള കല്യാണം, പിന്നെ ഒന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണം. ഉമ്മയുടെ ഞങ്ങളുടെ സ്വന്തം മാമൻ്റെ അല്ല, അവർ ഇങ്ങനെ എളാപ്പ മുത്താപ്പ മക്കൾ അങ്ങനെ മാമൻ്റെ മോൻ്റെ കല്യാണം. പക്ഷെ ഉമ്മാക്കും അവിടെ അത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഉമ്മ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അതിന് ഫസ്റ്റിൽ ഉറപ്പിച്ചിരുന്ന കല്യാണം, പിന്നെ പെട്ടെന്ന് അത് അങ്ങോട്ട് അത് നമ്മൾ വീട്ടിൽ ബന്ധുവല്ലേ, നമ്മളെ വീട്ടിലേക്ക് വന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ട് പോയപ്പോൾ ഇപ്പൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടും പോയി. അപ്പോൾ ഞങ്ങൾ കളയ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ മേമാടക്ക് പോവാണ്. മേമാടെ വീട് ഒറ്റപ്പാലം ചിനക്കത്തുരുക്കാവ് ആപ്പേപ്പുറം ആ ഭാഗത്താണ്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ ആ പോണ വഴിയിലുള്ള ഒരു ഷോപ്പാണ്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടൊക്കെ ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് പോകണം. ജസ്റ്റ് വീഡിയോ നോക്കുമ്പോൾ അവിടെ ഒരാളിങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു പച്ച വെച്ച മേട് എന്നൊക്കെ പറയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോസ് ഇട്ടാണ് നേരത്തെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ മായന്നൂർ പാലം അതിൽ കൂടെയാണ് പോണത്. അപ്പോൾ ഇവിടെ എവിടെ എൻ്റെ കൂടെ പഠിക്കണ ആളെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ പഠിച്ച കുട്ടിയുടെ വീട് ഇവിടെ അടുത്ത എവിടെയൊക്കെയാണ്, പക്ഷേ കാണാനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ എത്തിയപ്പോഴത്തേന് വൈകുന്നേരമായി. പിന്നെ ഇനി മേമാടെ വീട്ടിലേക്ക് പോയിട്ട് മേമാടത്തിൽ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചെത്തിനും വൈകുന്നേരമാവും. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് കല്യാണം, 2 കല്യാണം. അപ്പോൾ തലേ ദിവസം കല്യാണത്തിനും പോകണം, പിറ്റേന്ന് കല്യാണത്തിന് പോകണം. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ മായന്നൂർ വന്ന് കുറച്ച് ഫോട്ടോസും അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മേമാടെ പോവാണ്. ഉമ്മയുടെ ഏറ്റവും ചെറിയ മേമയാണ്. ഞാൻ ഈ മേമാടത്ത് നിന്നിട്ടായിരുന്നു +2 പഠിച്ചിരുന്നത്. ഇവിടെ ഒറ്റപ്പാലത്തിൽ ലക്ഷ്മിനാരായണ കോളേജിലായിരുന്നു ഞാൻ എൻ്റെ +1 +2 പഠിച്ചിരുന്നത്. അപ്പോൾ ഈ മേമാടത്ത് നിന്നായിരുന്നു ഞാൻ കോളേജിലേക്ക്, പ്രൈവറ്റ് ആകുമ്പോൾ നമ്മളതിന് കോളേജിൽ നിന്നാണല്ലോ പറയുക, അതിലേക്ക് പോയി കൊണ്ടിരുന്നിരുന്നത്. ഇത് ചിനക്കത്തൂർ കാവാട്ടോ. ഇവിടെ ഈ പൂരത്തിനൊക്കെ ഞാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മേമാട് തൊട്ടടുത്താണല്ലോ. ഇവിടെ 10 ദിവസത്തെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കമ്പം കത്തിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേമാടെ വീട്ടിലേക്ക് തിരിഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ മതിൽ ഓപ്പോസിറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തോടാണ്. മലമ്പുഴ ഡാം തുറന്നാലൊക്കെ അതിൽ കൂടെയാണ് മീനും വെള്ളം സോറി ആയിക്കൂടെ മീനൊക്കെ വരും. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 വർഷത്തിന് ശേഷം മേമാനെ കാണുകയാണ്. അപ്പോൾ ഞങ്ങളിനി കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ, സീ യു.